ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ആരംഭിച്ചു. അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘമാണ് ആദ്യം പേട്ടതുള്ളുന്നത്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, വിവരങ്ങൾ. തീർത്തും ഭക്തിസാന്ദ്രവും അതുപോലെ തന്നെ ആഘോഷ തീർപ്പോടുകൂടിയാണ് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചമ്പലത്തിൽ ആചാരപരമായിട്ടുള്ള ക്രമങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചതിന് ശേഷം അമ്പലപ്പുഴ സംഘം, അതായത് അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായിട്ടുള്ള അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളൽ ആരംഭിച്ചു. തുടർന്ന് ബാവൂര് പള്ളിക്കകത്ത് കയറി പ്രദക്ഷിണം വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ പേട്ടതുള്ളൽ ഇപ്പോൾ എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. വലിയ ആഘോഷപൂർവ്വവും മുഖത്ത് ചായം പൂശിയും അതുപോലെ തന്നെ വാദ്യമേളങ്ങളോടും എല്ലാം കൂടിയാണ് ഇപ്പോൾ അമ്പലപ്പുഴ പേട്ട സംഘം ഇപ്പോൾ എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പേട്ടതുള്ളിക്കൊണ്ടിരിക്കുന്നത്. ചരിത്ര പ്രാധാനമായ ഐതിഹ്യ പ്രൗഢിയോടെയുള്ള ഈ പേട്ടതുള്ളൽ ഇപ്പോൾ അതിന്റെ ആചാരക്രമങ്ങളെല്ലാം തന്നെ അനുസരിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ പേട്ടതുള്ളൽ അമ്പലപ്പുഴ സംഘം എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും. ഇതിനുശേഷമാണ് ആലങ്ങാട്ട് സംഘത്തിന്റെ എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്നത്. പേട്ടതുള്ളൽ ആരംഭിക്കുന്നത് പകൽ നക്ഷത്രം തെളിയുന്നതോടുകൂടിയാണ് ആലങ്ങാട് സംഘം പേട്ടതുള്ളൽ ആരംഭിക്കുക. വൈകിട്ടോടുകൂടി ആലങ്ങാട് സംഘത്തിന്റെയും പേട്ടതുള്ളൽ അവസാനിക്കും. നമുക്കറിയാം, ധനു 27 എല്ലാ വർഷവും ധനു 27 മകരവിളക്ക് ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഇത്തരത്തിൽ പേട്ടതുള്ളൽ നടക്കുന്നത്. ഉദയനനെ പരാജയപ്പെടുത്താൻ അയ്യപ്പന്റെ സൈന്യത്തിലുണ്ടായിരുന്ന അമ്പലപ്പുഴ സംഘത്തെയും അതുപോലത്തെ ആലങ്ങാട്ട് സംഘത്തിന്റെയും സ്മരണാർത്ഥമാണ്, അല്ലെങ്കിൽ അവരെ സ്മരിച്ചുകൊണ്ടാണ് വർഷം ധനു 27 ഇത്തരത്തിൽ പേട്ടതുള്ളൽ നടക്കുന്നത്. അതിന്റെ പേട്ടതുള്ളലിന്റെ ഇപ്പോൾ ഏതാണ്ട് പാതിഘട്ടം പൂർത്തിയായി കഴിഞ്ഞു. അമ്പലപ്പുഴ സംഘം ഇപ്പോൾ പേട്ടതുള്ളി വലിയ അമ്പലത്തിലേക്ക്, അതായത് എരുമേലി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ശരി, മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്.